ആര് ജയിക്കും? എന്താ കാര്യം? ആരിഫ് AM വേറെ ആരും ജയിക്കത്തില്ല. എന്താ കാര്യം? അതല്ല, ഈ കഴിഞ്ഞ 5 വർഷക്കാലം ആലപ്പുഴയുടെ റാഡിക്കൽ ചേഞ്ചിന് വേണ്ടി പോരാട്ടങ്ങൾ അനവധി നടത്തിയ പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങളുടെ ഇടയിലൊക്കെ നടന്ന് ഈ അധികാരികളോട് വളരെ ശക്തമായി പോരാട്ടങ്ങൾ നടത്തിയ ആരിഫിനല്ലാതെ വേറെ ആരും ജയിക്കാനാ. അതുകൊണ്ട് ആരിഫ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നൊരു നേട്ടം എന്താ? പ്രധാന നേട്ടം ആരിഫ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നൊരു പ്രധാന നേട്ടം എന്താ? പ്രധാനമന്ത്രി ഈ കാണുന്ന ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന നമുക്ക് ആർക്കും നോക്കിയാൽ കാണാവുന്ന ഫ്ലൈ ഓവർ പറഞ്ഞോ. ഷുക്കൂർക്കയുടെ ചോദ്യം. ഷുക്കൂർക്ക നമ്മുടെ സഹോദരനാണ്, ആലപ്പുഴയുടെ മുൻ MLA ആണ്. ആ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഉണ്ടാവുമോ? അഥവാ ഉണ്ടെങ്കിൽ അത് BJP ആയിട്ട് പോകത്തില്ലേ? അതിന് മറുപടി ഷുക്കൂർക്ക. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM ദേശീയ പാർട്ടിയാവോ? CPM ദേശീയ പാർട്ടിയായിട്ട് കാണുമോ? അതുപോട്ടെ, കാണും. അരിപ്പ് ജയിക്കും. ശരി. എനിക്ക് ഷുക്കൂർക്കടുത്താണ് ചോദിക്കാനുള്ളത്. പത്മജ വേണുഗോപാലൻ പറഞ്ഞ് AK ആന്റണിയുടെ തലവെട്ടപ്പനാണെന്ന് പറഞ്ഞു. ഈ മാറ്റത്തിന് AK ആന്റണിക്ക് സ്ഥാനമുണ്ട്, ആശീർവാദം ഉണ്ടായിരുന്നോ എന്നാണ്. ദാദാ ചേച്ചി എന്തോ സംസാരിക്കുന്നു ഉച്ചത്തിൽ. അവിടെ ചെന്ന് രാഹുൽ ഗാന്ധിയുടെ കൈയല്ലാതെ ഇവർ ആരുടെ കയ്യാ പോക്കാൻ നിൽക്കുന്നത്? വളരെ റാഡിക്കലായിട്ട് അവർ ചിന്തിക്കുന്നത്. എന്താണ് റാഡിക്കല്? എന്തോ റാഡിക്കലായിട്ട് വളരെ താത്വികമായിട്ട് ചിന്തിക്കുന്നത്. എന്തോ താത്വികം? ആരിഫിനെ നിങ്ങൾ അങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാവോ? ആരിഫിനെ കണ്ടിട്ടില്ലേ? ആരിഫ് MP ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഒരു നിമിഷം. ബ്യൂട്ടി പാർലറോ? ആരിഫ് MP ബ്യൂട്ടി പാർലർ അല്ലാതെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണോ? എവിടെ വന്നിട്ടുണ്ട് ഒന്ന് പറയാമോ? ഇപ്പൊ ഓരോ മരിപ്പ് വീടുകളും തേടി പിടിച്ച് നടക്കുവാണ്. ഞങ്ങളുടെ കേസ് എവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡൽഹിയിൽ നിന്ന് ആലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ ഓരോ വീടുകളും കവർ ചെയ്ത് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു നേതാവാണ്. ഒരു സംശയിച്ചോട്ടെ, ഈ രാജസ്ഥാനിൽ നിന്ന് ഈ KC വേണുഗോപാൽ വരുമ്പോ അവിടെ ഒരു സീറ്റ് BJPക്ക് കിട്ടുമല്ലോ. അതാ കാര്യം. കർണാടക ഞങ്ങൾ പിടിക്കും. കർണാടക പിടിക്കും. കർണാടക കിട്ടും. അങ്ങനെയാണോ? രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് ഈ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് പോകുന്നതാണ്. ലോകസഭയിലേക്ക് മുഖ്യ പ്രതിപക്ഷമായിട്ട് മാറണമെങ്കിലും അവിടെ ഭരണപക്ഷമായിട്ട് ജയിക്കണമെങ്കിൽ KC വേണുഗോപാലോട് മത്സരം BJPക്ക് സീറ്റ് കൊടുക്കണോ? വേറെ സ്ഥാനാർത്ഥി പരീക്ഷ പോരായിരുന്നോ? ഷാനിമോൾ സ്മാരകമില്ലേ? ഷുക്കൂർക്കയില്ലായിരുന്നോ? അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും. അല്ല, ഈ ഷുക്കൂറിക്കെ സ്ഥാനാർത്ഥിയാക്കിയാ പോരായിരുന്നോ? സ്ഥാനാർത്ഥിയാക്കിയാ പോരായിരുന്നോ? അത് ഞങ്ങളുടെ ഇഷ്ടം. ഷുക്കൂറിക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പേടിയായിട്ടാണോ? എന്താണ് അത് കേക്ക്. നമ്മളിപ്പം കൃത്യമായ രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ഒച്ച വെക്കുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പം കേന്ദ്ര ഗവൺമെന്റിൽ എത്ര ലക്ഷം ഒഴിവുകളാണുള്ളത്. റെയിൽവേ തന്നെ 3 ലക്ഷം ഒഴിവുകളാണ് ഉള്ളത്. ഈ നാട്ടിലെ വികസനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന നരേന്ദ്രമോദിയും അതിനെ സഹായിക്കുന്ന കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നാണ് ഈ നാടിൻ്റെ ആവശ്യം. ഇന്നലെ വന്ന് റോഡ് ഷോ നടത്തിപ്പോയ KC വേണുഗോപാൽ ആലപ്പുഴ കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ന് ആലപ്പുഴ കാണിച്ചു തരാൻ പറ്റുമോ? പോയിരിക്കുമോ ഡൽഹിയിലോട്ട്? ഒഴിഞ്ഞു പോകുന്നവരെ പിടിച്ചു നിർത്താനായി ഡൽഹിയിലോട്ട് പോയിരിക്കുന്നത്. ഇപ്പോഴും ആരിഫ് ആലപ്പുഴ തന്നെയുണ്ട്. എനിക്ക് BJPയുടെ ചോദിക്കാനുള്ളത്, ഈ 1,87,000 വോട്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആ വോട്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ നിലനിർത്താൻ പറ്റുമോ? എന്താ നിങ്ങൾ കച്ചവടം നടത്തും? ഉറപ്പുള്ള കാര്യമാണ്. KC വേണുഗോപാൽ പോകുന്ന നിങ്ങൾ ഡീല് നടത്തിയതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. കോൺഗ്രസിനോട് പറയാനുള്ളത്, രണ്ടാമത്തെ കാര്യം, നമ്മുടെ നവകേരള യാത്ര നടത്തിയ ബസ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാത്തിനും കൂടെ ബസ്സിൽ കയറ്റി കൊണ്ടുപോകണല്ലോ. ടൂറിസം പ്രൊഫഷണലുണ്ട്, അത് നടക്കുന്നുണ്ട് ആ പരിപാടി. അത് വേറെ കാര്യമുണ്ട്. ആ ബസ് റെഡിയാക്കി വെച്ചോ. പ്രേമേന്ദ്രൻ അറിയാലോ, കൊല്ലത്തെ 5 പേര് ഒരുമിച്ച് ഡിന്നർ കഴിച്ചെണ്ണം പോയി. പ്രേമേന്ദ്രൻ ചെല്ലുമ്പോ അത് സഹമന്ത്രി കേന്ദ്രമായി വന്നില്ലെങ്കിൽ പറയുന്ന പണി ഞാൻ കുടിക്കാൻ വെല്ലുവിളിക്കുക. പണി ചെയ്യേണ്ടി വരും. ഒരു തർക്കമില്ല. പണി ചെയ്യേണ്ടി വരും. നോക്കൂ, ആരിഫ് MP ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നതിന്റെ പേരിൽ എല്ലാ വോട്ടുകളും ആരിഫിലേക്ക് വീഴുമെന്നാണ് ഇടതുമുന്നണി പ്രവർത്തകർ പറയുന്നത്. എവിടെ
വികസനം? എവിടെ വികസനം? എവിടെ വികസനം? എവിടെ വികസനം? കണ്ണ് തുറന്നു നോക്കാൻ പറ. എവിടെയാണ് നോക്കാൻ പറയുന്നു. ഞാൻ പറയട്ടെ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, തൈക്കാട്ടുശ്ശേരി പാലത്തിന് തറക്കല്ലിട്ട് എവിടെ? ഒരു കാര്യം, സഖാവ് സോണി കടന്ന് ഭയങ്കര വിപ്ലവം സൃഷ്ടിക്കുന്നില്ലേ? സഖാവ് സോണിയോട് ഒരു ചോദ്യം. കെ.സി. വേണുഗോപാൽ ആലപ്പുഴ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ സമയത്ത് പത്തനംതിട്ടയിലെ തോമസ് ഐസക്കിന് വേണ്ടി തോമസ് അങ്കിളിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ സഖാവ് സോണിയാണ് ഈ നിൽക്കുന്നത്.